ഹലോ ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഒരു രാവിലെ ഒരു 11 മണി ഒരു നേരത്താണ് കേട്ടോ. അപ്പോൾ തലേന്ന് ബാസിൽ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴാട്ടോ പെട്ടെന്ന് മെസ്സേജ് അയച്ചത്. ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നാണ് ടിക്കറ്റൊക്കെ എടുത്തത്. അപ്പോൾ കാര്യങ്ങളൊക്കെ ചടപടയായിരുന്നു കേട്ടോ. അതിന് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് പെട്ടി ഒരുക്കലും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. അങ്ങോട്ട് പോകാം, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ളത്. അതുകൊണ്ട് ഒന്നിനും ഷൂട്ട് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ, വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞാൻ റെഡിയാക്കി വെച്ചത്. അപ്പോൾ ഈ ഒരു സമയത്ത് മോൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോനെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങളൊക്കെ ഒരു കഥയാണല്ലോ. പിന്നെ ഓൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലേക്ക് മാറിയിട്ടോ. ഓനെ കുളിപ്പിക്കാനും, ഇന്ന് ഉമ്മയാണ് കുളിപ്പിക്കാനും പിന്നെ ഓനെ ഡ്രസ്സ് മാറ്റി കൊടുക്കാനും പിന്നെ ഉറക്കാനും, അങ്ങനെ ആ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചു. പിന്നെ ഇന്നത്തെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ ഇന്ന് കറണ്ട് ഇല്ല, രാവിലെ മുതലേ കറണ്ട് പോയി. അപ്പോൾ പിന്നെ അതിലൊരു തീരുമാനമായി. നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയായിട്ട് നല്ല ഉഷാറായിരുന്നു. അങ്ങനെ ഇതാ ഞാനും മോളും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടോ, കുളിയൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ മോള് ഇതാ കാക്കാനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ബസ്സിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അപ്പം ഞാൻ മോളോട് ഓരോന്നിങ്ങനെ ഇഷുട്ടി എന്താ ചോദിക്കുക? അപ്പം വരുമ്പോൾ എന്തൊക്കെയാ ചോദിക്കുക? എവിടെ? എന്നിട്ട് അപ്പം എന്താ പറയുക? പിന്നെന്താ ചോദിക്കുക? പിന്നെന്താ അപ്പനോട് ചോദിക്കുക? ഓക്കെ. പിന്നെന്താ ചോദിക്കുക? അങ്ങനെ മോള് നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ അതാ നല്ല പായസം ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ. നല്ല അടിപൊളി പ്രഥമനായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതാ പോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ. ഈ ഒരു സമയത്തൊക്കെ നല്ല മഴയാണ് കേട്ടോ. അങ്ങനെ ഇതാ ആളെത്തിയപ്പോൾ ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തോണ്ട് വീഡിയോ കണ്ടപ്പോൾ ചിരിക്കായിരുന്നു കേട്ടോ. എന്തേ കണ്ടിട്ട് ഇങ്ങനെ അതുവരെ അപ്പോടെ നോക്കിയിരിക്കുകയും കുട്ടീനെ ഉറങ്ങിയാണ് കഴിച്ചിട്ട് പോകണം. അങ്ങനെ ഇതാ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ഒരു 2-3 ആഴ്ചയൊക്കെ ബസ്സിലുണ്ടാവും, നാട്ടിൽ എല്ലാം കിടക്കലുണ്ട്. പിന്നെ കാറിൽ നിന്ന് ഇതാ 1-2 ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തു കിട്ടാം. ഞങ്ങൾ 4 ആളും കൂടി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ കിട്ടുന്നത്. പിന്നെ അതാ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ 2-3 ആഴ്ച ബസ്സിലുണ്ടാവും. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ. ഇനി ഹസ്ബൻഡിൻ്റെ വീട്ടിലെ വിശേഷങ്ങളാവും ഇനി ഉണ്ടാവുക. പിന്നെ കുറച്ച് യാത്രകളൊക്കെ ഉണ്ടാവും തോന്നുന്നുണ്ട്, ഇങ്ങനെ ഫാമിലീസിൻ്റെ വീട്ടിലൊക്കെ ആയിട്ട്, ഉമ്മാൻ്റെ വീട്ടിലും അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയൊരു യാത്ര ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണല്ലോ, ദുബായിൽ നിന്ന് വന്നാൽ പിന്നെ നമ്മൾ കുടുംബത്തേക്കൊക്കെ എല്ലായിടത്തേക്കൊക്കെ ഒന്ന് പോകുമല്ലോ. അവർ ഒരു സന്ദർശനം ഉണ്ടാവുമല്ലോ എല്ലായിടത്തേക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ അനിയത്തി അവളെ അവിടെയാണ് കേട്ടോ, കല്യാണം കഴിച്ച വീട്ടിലാണ്. അവളിപ്പോൾ ഇനി അവർ വന്നിട്ടുണ്ട്, ബാസിത്ത് എന്നാണ് അവൻ്റെ പേര്. അപ്പോൾ അവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് അവൻ പോയിട്ടൊക്കെ അവൾ വരുള്ളൂ. എന്തായാലും ഒരു 10-ാം തീയതി മുന്നൊക്കെ ആയിട്ട് അവളും വീട്ടിലെത്തും. അപ്പോൾ എല്ലാവരും കൂടി ആയിട്ട് നല്ല രസമായിരിക്കും വീട്ടിൽ. പിന്നെ ഉമ്മ വീട്ടിലില്ല, ഹസ്ബൻഡിൻ്റെ ഉമ്മ ബാസിലിൻ്റെ ഉമ്മ വീട്ടിലില്ല കേട്ടോ. ഉമ്മ അവിടെ ഉമ്മാൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞാനും ഉപ്പയും ബാസിലും മക്കളും തന്നെ ഉണ്ടാവുള്ളൂ വീട്ടിൽ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടോ. വീട്ടിൽ ഇപ്പോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അതാ മോളെ സാധനങ്ങളൊക്കെ കൊടുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഫോട്ടോ എടുത്തതാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇതൊക്കെ ബാസിലിന് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ് കേട്ടോ. മെയിനായിട്ട് ബാർബി മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അവളെ ഇഷ്ടപ്പെട്ട സാധനം. പക്ഷേ അവൾക്ക് കൂടുതൽ ഇഷ്ടമായത് കൊടുന്നപ്പോൾ പിയാനോ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കുഞ്ഞു വിശേഷം. ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ.